30 ഡോസ് കോവാക്സിനും ഉൾപ്പെടെ ആകെ 1,32,72,040 ഡോസ് വാക്സിൻ കേന്ദ്രം നൽകിയതാണ്. നമ്മുടെ സംസ്ഥാനത്ത് 2.5 മുതൽ 3 ലക്ഷം വരെ പേർക്ക് വാക്സിൻ നൽകാനാണ് ശ്രമിക്കുന്നത് ഒരു ദിവസം. സംസ്ഥാനത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വാക്സിനേഷൻ രജിസ്ട്രേഷനായി വേവ് വാക്സിൻ സമത്വത്തിനായി മുന്നേറാം എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ അറിയാത്തവരും സൗകര്യമില്ലാത്തവരുമായ BPL വിഭാഗത്തിൽപ്പെട്ടവരെ വാക്സിനേഷന്റെ ഭാഗമാക്കാനാണ് ഈ പദ്ധതി. ആശാവർക്കർമാരുടെ സേവനം ഉപയോഗിച്ചാണ് ക്യാമ്പയിൻ. വാർഡ് തലത്തിലായിരിക്കും രജിസ്ട്രേഷൻ. ജൂലൈ 31-നകം ഇത്തരക്കാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 10,047 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5,790 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 31,65,500 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കേരളത്തിൽ സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിക്ക കേരളത്തിലെത്തിയത് തീരെ അപ്രതീക്ഷിതമായല്ല. ഡെങ്കി, ചിക്കൻ ഗുനിയ തുടങ്ങിയ വൈറസ് രോഗങ്ങളെപ്പോലെ ഈഡിസ് ഈജിപ്തൈ, ഈഡിസ് ആൽബോബിറ്റിക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് സിക്ക. കേരളത്തിൽ ഈഡിസ് ഈജിപ്തൈ കൊതുക് അതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഗുരുതരമായ രോഗമല്ലെങ്കിലും സിക്ക രോഗത്തിൻ്റെ പ്രധാന പ്രശ്നം ഗർഭിണികളെ ബാധിച്ചാൽ ഗർഭസ്ഥ ശിശുക്കൾക്ക് തലച്ചോറിൻ്റെ വരൾച്ച മുരടിക്കുന്ന മൈക്രോകെഫലി എന്ന ജന്മവൈകല്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപൂർവമായി സുഷുമ്നാ നാഡിയെ ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം സിക്ക രോഗികളിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ സിക കണ്ടെത്തിയ വനിത പ്രസവിച്ച കുട്ടിയിൽ ആരോഗ്യ പ്രശ്നമൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് ആശ്വാസകരമാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈഡിസ് കൊതുകുകൾ വളരുന്നത്. ഇത്തരം കൊതുകുകൾ അധിക ദൂരം പറക്കില്ല. അതുകൊണ്ട് വീടുകളുടെ പരിസരത്ത് തന്നെ ഉണ്ടാവും. വീട്ടിലും ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യൽ പ്രധാനമാണ്. കൊതുക് പെറ്റുപെരുകാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഇല്ലാതാക്കലാണ് പ്രധാനമായും വേണ്ടത്. വീട്ടിലും പരിസരത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാനുള്ള ഡ്രൈ ഡേ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും എല്ലാ വീടുകളിലും നടത്തിയിരിക്കണം. കൊതുകുവല ഉപയോഗിച്ചും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചും കൊതുകിനെ അകറ്റുന്ന തിരികളും ലേപനങ്ങളും ഉപയോഗിച്ചും
കൊതുകുകടിയിൽ നിന്നും രക്ഷ തേടേണ്ടതുണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് ഈ കൊതുകുകൾ വീട്ടിലേക്ക് കടന്ന് മനുഷ്യരെ കടിക്കുന്നത്. വൈകുന്നേരം മുതൽ രാവിലെ വരെ വീടുകളുടെ കതകും ജനാലകളും അടച്ചിടാനോ തുറന്നിടുകയാണെങ്കിൽ കൊതുക് വലകൾ ഉപയോഗിച്ച് മറക്കാനോ ശ്രമിക്കേണ്ടതാണ്. പ്രാണീജന്യ രോഗനിയന്ത്രണത്തിനായി ഹെൽത്ത് സർവീസസിൻ്റെ കീഴിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രവർത്തിക്കുന്ന വെക്ടർ കൺട്രോൾ യൂണിറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും. ചേർത്തലയിലും കോഴിക്കോടും പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയത്തെ വെക്ടർ കൺട്രോൾ റിസർച്ച് സെൻ്ററിൻ്റെ സഹായവും കൊതുക് നിയന്ത്രണത്തിനായി പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജൂലൈ 12-നും അതിശക്തമായ മഴ മുന്നറിയിപ്പും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ കലക്ടർമാർക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടുകൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായേക്കാമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ തുടങ്ങിയ നദികളുടെ ചില മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നദിക്കരകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മുൻവർഷങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ അത്തരം പ്രദേശങ്ങളിലുള്ളവരും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അധികൃതർ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാറി താമസിക്കാൻ തയ്യാറാവണം. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ജൂലൈ 14 വരെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല. ഉയർന്ന തിരമാലക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പിന്നെ നമുക്ക് ലഭിച്ച സഹായങ്ങളാണ് നോർക്കയുടെ
കെയർ കേരള ഇനീഷ്യേറ്റീവ് മുഖാന്തരം US നിന്നും ലഭിച്ച സഹായങ്ങൾ, ന്യൂ ഇംഗ്ലണ്ട് മലയാളി അസോസിയേഷൻ നെമ 20 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, കേരള അസോസിയേഷൻ ഓഫ് നാഷ് വിൽ 110 ഓക്സിജൻ കോൺസെൻട്രേറ്റുകളും 500 പൾസ് ഓക്സിമീറ്ററുകളും.